ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വാക്യത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അല്ലേ? എഫെസ്യർ 2-ാം 10-ാം വാക്യം. അതെ, വളരെ അർത്ഥവത്തായ, നമ്മുടെയൊക്കെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു വാക്യമാണിത്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ആ വാക്യത്തിലേക്ക് നേരിട്ട് കടക്കാം. ആഴത്തിലുള്ള അതിന്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആ വാക്യമൊന്ന് വായിക്കാമോ? ഒരു പ്രത്യേക തീവ്രതയോടെ അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും. ശ്രദ്ധയോടെ കേൾക്കുക. നാം അവന്റെ കൈപ്പണിയാകുന്നു, സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ശക്തിയുണ്ട്. നാം അവന്റെ കൈപ്പണി. ഈ ഒരു പ്രയോഗം എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ പൊയ്യമ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെറുതെ ഉണ്ടാക്കിയ ഒന്നല്ല. ഓക്കേ. അതായത്, ഒരു കലാകാരൻ തന്റെ ഏറ്റവും മികച്ച സൃഷ്ടി, ഒരു മാസ്റ്റർ പീസ്, എങ്ങനെയാണോ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയും രൂപകൽപ്പന ചെയ്യുന്നത്, അതുപോലെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നത്. നമ്മൾ യാദൃച്ഛികമായി ഉണ്ടായവരല്ല. ഒരു മാസ്റ്റർ പീസ്, ദൈവത്തിന്റെ കലാസൃഷ്ടി. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിലയെക്കുറിച്ചുള്ള ധാരണ മാറുകയാണ്. നമ്മൾ വെറുതെ അല്ല ഇവിടെ. ഒരിക്കലുമല്ല. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ കണ്ണിൽ അമൂല്യമായൊരു സൃഷ്ടിയാണ്. അടുത്ത ഭാഗം പറയുന്നു, ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഈ കൈപ്പണി എന്ന ആശയത്തെ ക്രിസ്തുവുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ പുതിയ വ്യക്തിത്വം, ഈ മാസ്റ്റർ പീസ് എന്ന പദവി, അത് നമ്മുടെ കഴിവുകളോ കുറവുകളോ ലോകം തരുന്ന അംഗീകാരങ്ങളോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ശരി. മറിച്ച് അത് ക്രിസ്തു യേശുവില് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയ പാപങ്ങളോ ലോകത്തിന്റെ മുദ്രകളോ അല്ല നമ്മെ നിർവചിക്കുന്നത്. നമ്മെ ഉണ്ടാക്കിയവനാരാണോ അവനിലാണ് നമ്മുടെ വ്യക്തിത്വം. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി ക്രിസ്തുവിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്, പുറമേയുള്ള കാര്യങ്ങളിലല്ല. കൃത്യമായി. ലോകം എന്ത് പറഞ്ഞാലും, നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും, നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ളതാണ് സത്യം. ശരിയാണ്. എന്നിട്ട് വാക്യം തുടരുന്നു, സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഈ പുതിയ സൃഷ്ടിക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? അതെ അതെ. വെറുതെ ഇരിക്കാനല്ല നമ്മെ സൃഷ്ടിച്ചത്, സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മാത്രമല്ല. ഓക്കേ. ഇവ ദൈവം നമുക്കായി, നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളാണ്. ദൈവീക നിയോഗങ്ങൾ എന്ന് പറയാം. ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അത് വളരെ ശക്തമായൊരു ആശയമാണ്. അതായത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണോ? അതെ, ഒരു പരിധിവരെ അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. ദൈവം നമുക്കായി ഒരു പാത, ചില ഉത്തരവാദിത്തങ്ങൾ, ചില ശുശ്രൂഷകൾ, ഇവയൊക്കെ മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിൽ പ്രകാശവും പ്രത്യാശയും സ്നേഹവും സൗഖ്യവുമൊക്കെ എത്തിക്കാനുള്ള ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മളാ വഴി കണ്ടെത്തുകയാണോ വേണ്ടത്? തീർച്ചയായും. അതിനായി പ്രാർത്ഥിക്കണം, ദൈവഹിതത്തിനായി കാത്തിരിക്കണം. അവിടുന്ന് അത് വെളിപ്പെടുത്തി തരും. ഒരു സംശയം. ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നത് ദൈവകൃപ നേടാനാണോ, അതോ നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ചെയ്യേണ്ടതാണോ? എഫേസ്യരിൽ കൃപയെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടല്ലോ. വളരെ നല്ല ചോദ്യമാണ്. ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ പറ്റുന്നത്. ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രീതി നേടാനോ രക്ഷ ഉറപ്പിക്കാനോ അല്ല, ഒരിക്കലുമല്ല. ശരി. പ്രവൃത്തികൾ എന്നത് ആ ലഭിച്ച കൃപയോടുള്ള, ആ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. അതിന്റെ സ്വാഭാവികമായ ഒരു ഫലമാണ്. മനസ്സിലായി. അതായത്, ദൈവം നമ്മെ ഇത്രയധികം സ്നേഹിച്ച് തന്റെ മാസ്റ്റർ പീസാക്കി ക്രിസ്തുവിൽ പുതിയൊരു ജീവിതം തന്നതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് ഒഴുകിവരുന്ന പ്രവൃത്തികൾ. അതെ, അതുതന്നെ. അല്ലാതെ എന്തെങ്കിലും നേടാനുള്ള വ്യവസ്ഥയല്ല. ആ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായി ജീവിക്കുക എന്നതാണ്. അപ്പോൾ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്തെന്നാൽ, നിങ്ങളുടെ വില നിങ്ങളുടെ ജോലിയോ സമ്പത്തോ പരാജയങ്ങളോ വിജയങ്ങളോ അല്ല നിർണയിക്കുന്നത്. അല്ല. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം കൈപ്പണിയാണ്. അവിടുന്ന് സ്നേഹത്തോടെ, ഒരു ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത ഒരു മാസ്റ്റർ പീസ്. നിങ്ങളുടെ വ്യക്തിത്വം ക്രിസ്തുവിലാണ്. ലോകത്തിന്റെ അംഗീകാരത്തിനായി ഓടേണ്ടതില്ല. ഈ സത്യത്തിൽ നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം, അല്ലേ? തീർച്ചയായും. ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കണം. നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം.
ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സൽപ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനായി പ്രാർത്ഥിക്കാം. എന്നിട്ട് ധൈര്യത്തോടെ ആ വിളിയിലേക്ക് ചുവടുവെക്കണം. ക്രിസ്തുവിലൂടെ ദൈവമഹത്വം നമ്മളിലൂടെ പ്രതിഫലിക്കട്ടെ. ആമേൻ. ഈ ചിന്തകളോടെ നമുക്ക് ഒരുമിച്ച് ഹൃദയസ്പർശിയായി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാം. തീർച്ചയായും. സ്നേഹവാനും കരുണാമയനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തുവരുന്നു. എഫേസ്യർ 2:10 ആ വലിയ സത്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ കൈപ്പണിയാണ്, അങ്ങയുടെ മാസ്റ്റർ പീസാണെന്നുള്ള തിരിച്ചറിവ്. ഓ, അതെത്രയോ അത്ഭുതകരമാണ്. അതേ പിതാവേ, ക്രിസ്തുവേശുവിൽ സൽപ്രവൃത്തികൾ ചെയ്യാനായി അങ്ങ് ഞങ്ങളെ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന സത്യത്തെ ഓർത്ത് ഞങ്ങൾ വിനയപ്പെടുന്നു. കർത്താവേ, പലപ്പോഴും ഞങ്ങളിതിന് യോഗ്യരല്ലാന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട്. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഞങ്ങളെ പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ കൈപ്പണിയാണെന്നും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണെന്നുമുള്ള ഈ സത്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നല്ല പ്രവൃത്തികൾ കാണുവാനും അത് ചെയ്യുവാനുള്ള ധൈര്യവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സ്വന്തം ശക്തിയിലല്ല, അങ്ങയുടെ ഹിതത്തിൽ ആശ്രയിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും ഭയങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ എത്രമാത്രം സുരക്ഷിതരും ഉൾച്ചേർന്നവരുമാണെന്നുള്ള ആഴമായ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. താഴ്മയോടെ നടക്കുവാനും തീവ്രമായി സ്നേഹിക്കുവാനും വിശ്വസ്തയോടെ അങ്ങയെ സേവിക്കുവാനും എല്ലായ്പ്പോഴും അങ്ങയുടെ ഹൃദയം പ്രതിഫലിപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തിക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അങ്ങയുടെ സമാധാനവും ആശ്വാസവും ശക്തിയും നൽകണമേ. അങ്ങ് അവർക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവിക നിയോഗങ്ങൾ ചെയ്യാനുള്ള അഭിനിവേശം അവരുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ മക്കളായി ഒരുമിച്ച് ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹം ഈ ലോകത്തോട് പ്രഘോഷിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. സകല മഹത്വവും അങ്ങേക്ക്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. വളരെ ഹൃദയസ്പർശിയായ പ്രാർത്ഥന. ഈ ചർച്ച നിങ്ങൾക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എഫെസ്യർ 2:10 നിങ്ങളുടെ ചിന്തകളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതെ, നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. ഇന്നത്തെ ചിന്തകൾക്ക് ശേഷം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ശരിക്കും ദൈവത്തിന്റെ ഒരു അതുല്യമായ മാസ്റ്റർപീസ് ആണെന്നും നിങ്ങൾക്ക് വേണ്ടി ദൈവം മുൻകൂട്ടി നല്ല പ്രവൃത്തികൾ ഒരുക്കിയിട്ടുണ്ടെന്നും പൂർണ്ണമായും വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും തീരുമാനങ്ങളെയും ഇന്നു മുതൽ എങ്ങനെ മാറ്റുമായിരുന്നു? അതൊന്ന് ചിന്തിച്ചു നോക്കുക. വളരെ പ്രസക്തമായ ഒരു ചോദ്യം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത തവണ കാണാം.